إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളാണ്, ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹം വിവാഹം കഴിച്ചതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ഒരു പരാതി എത്തുന്നുണ്ട്. ആ പരാതി, അദ്ദേഹം ആരാധനകളിൽ മുഴുകുന്നത് കാരണം കുടുംബത്തെ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് പരാതി. ഭാര്യയെ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് പരാതി. ഭാര്യയ്ക്ക് ലഭിക്കേണ്ടത് ലഭിക്കുന്നില്ല എന്നതാണ് പരാതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ വിളിപ്പിക്കുന്നുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ല അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, കൈഫ തസൂം, എങ്ങനെയാണ് അബ്ദുള്ള നോമ്പനുഷ്ഠിക്കാറുള്ളത്? അതിന് അദ്ദേഹത്തിന്റെ ഉത്തരം, കുല്ലയോ, എല്ലാ ദിവസവും എനിക്ക് നോമ്പാണ് റസൂലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തതായിട്ട് ചോദിച്ചു, വകൈഫ തഖ്തിം, താങ്കൾ എങ്ങനെയാണ് ഖത്മുൽ ഖുർആൻ ചെയ്യാറുള്ളത്? ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കാറുള്ളത് എത്ര സമയം കൊണ്ടാണ്? അദ്ദേഹം ഉത്തരം പറഞ്ഞു, കുല്ല ലൈല, എല്ലാ രാത്രിയിലും ഒരു തവണ ഞാൻ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്തു തീർക്കും. എല്ലാ പകലുകളിലും നോമ്പനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യൻ, എല്ലാ രാത്രികളിലും ഖുർആൻ മുഴുവനായി പാരായണം ചെയ്തു തീർക്കുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് പരാതി ഉണ്ടായത്. ഈ ആരാധനകളിൽ അദ്ദേഹം മുഴുകുന്നത് കാരണം കുടുംബത്തെ ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി, അങ്ങനെയല്ല. സും ഫീ കുല്ലി ശഹ്രിൻ സലാസ, എല്ലാ മാസവും 3 ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കുക. അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കുക. അതിൽ നോമ്പനുഷ്ഠിച്ചാൽ ആ 3 ദിവസത്തെ നോമ്പ് എല്ലാ മാസവും നോറ്റാൽ അത് ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതിന്റെ കൂലി കിട്ടുന്നതാണ്. വീണ്ടും ഖത്മിന്റെ വിഷയത്തിൽ, ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്യുന്ന വിഷയത്തിലും അദ്ദേഹത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കി. വഖറഇൽ ഖുർആന ഫീ കുല്ലി ശഹ്രിൻ, അങ്ങനെ പറ്റൂല. എല്ലാ രാത്രിയിലും ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കുക എന്നത് പാടില്ല. മറിച്ച് ഖുർആൻ മാസത്തിൽ ഒരു തവണ പൂർണ്ണമായും പാരായണം ചെയ്ത് തീർക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറയാണ്. ഇദ്ദേഹത്തോട് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനോടുള്ള ഈ പരാമർശങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, ഖാലൽ ഉലമാഉ അല അന്ന മിനസ് സുന്ന
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽപ്പെട്ടതാണ് അയ്യുഖ്തമൽ ഖുർആനു ഫീ കുല്ലി ശഹ്രിൻ ഖത്മ. മാസത്തിലൊരിക്കൽ, റമദാനിൽ മാത്രമല്ല, മാസത്തിലൊരിക്കൽ ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്തു തീർക്കുക എന്നത് നിർബന്ധ ബാധ്യതയാണ് എന്നല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. കാരണം അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ രാത്രിയിലും ഖുർആൻ പൂർണ്ണമായും ഓതി തീർക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു അംറിനെ വിലക്കിക്കൊണ്ട് പറയാണ് മാസത്തിൽ ഒരിക്കൽ പൂർണ്ണമായും ഖുർആൻ പാരായണം ചെയ്യുക എന്നത്. ഖുർആനിന്റെ അഹ്ലുകാരാണ് നാം. ഖുർആനിനെ ആവേശത്തോടു കൂടി സ്വീകരിക്കുന്നവരാണ് നാം. ഖുർആനിനോടുള്ള നമ്മളുടെ ബാധ്യതകളിൽപ്പെട്ടതാണ് ആ ഖുർആനിനെ പാരായണം ചെയ്യുക എന്നുള്ളത്. അതിന്റെ മഹത്വം എത്രയാണ് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ കേവലമായ പാരായണങ്ങളിൽ മാത്രം ജീവിക്കുക എന്നതല്ല, അതിന്റെ ആശയങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് നമ്മളുടെ ജീവിതത്തെ സ്വാധീനിച്ച് നമ്മളുടെ വ്യക്തിത്വത്തിൽ അത് പ്രതിഫലിച്ച് അത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്ന ഉന്നതമായ ദൗത്യം അതിൽ നിലകൊണ്ടവരായിരുന്നു സഹാബ. അതിന്റെ മഹത്വമാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നമുക്ക് പകർന്നു തരുന്നത്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണത്തിൽ അത്രമേൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ്, നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളാണ്. അതിന്റെ ആശയങ്ങളിലൂടെ ഇങ്ങനെ അതിന്റെ ആനന്ദങ്ങളിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരു സ്വഹാബിയാണ്. ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നല്ലാഹ അമറനി അൻ അഖറഅ അലൈക്കൽ ഖുർആൻ. ഉബയ്യേ, താങ്കൾക്ക് ഖുർആൻ പാരായണം ചെയ്തു തരാൻ അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉബയ്യേ, ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം അന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന് കിട്ടി. എന്താ പറഞ്ഞത്? അല്ലാഹു ഉബയ്യെ, താങ്കൾക്ക് ഖുർആൻ പാരായണം ചെയ്തു തരാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉടനെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കാണ്, അല്ലാഹു സമ്മാനി ലക്. റസൂലേ, അല്ലാഹു എന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എന്നോട് എനിക്ക് ഖുർആൻ പാരായണം ചെയ്തു തരാൻ പറഞ്ഞോ? അതല്ലെങ്കിൽ താങ്കളുടെ സ്വഹാബത്തിൽ നിന്ന് ആർക്കെങ്കിലും പാരായണം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോ താങ്കൾ എന്നെ തിരഞ്ഞെടുത്തതാണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു സമ്മാകലി, അല്ലാഹു നിന്റെ പേരെന്നോട് പറഞ്ഞു ഉബയ്യേ എന്ന് പറഞ്ഞപ്പോ ഫജഅല ഉബയ്യുൻ യബ്കി. അത് കേട്ട മാത്രയിൽ ഉബയ്യ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് കരയാൻ തുടങ്ങി. സന്തോഷാധിക്യത്താലുള്ള കണ്ണുനീർ അദ്ദേഹത്തിന്റെ കൺതടങ്ങളിലൂടെ ഒഴുകി. വല്ലാത്ത സമ്മാനം. ഖുർആനിനെ സ്നേഹിച്ചത് കാരണം, ഖുർആനിന്റെ അഹ്ലുകാരനായത് കാരണം, ഖുർആനിന്റെ ആശയങ്ങളിൽ സമയം ചിലവഴിച്ചവനായതുകൊണ്ട് അല്ലാഹു നൽകിയ മഹത്തായ സമ്മാനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന് ഖുർആനിലെ വചനങ്ങൾ പാരായണം ചെയ്തു കൊടുത്തു. ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന എന്ന് തുടങ്ങുന്ന വചനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി കൊടുക്കുന്നത് സ്വഹീഹായ ഹദീസിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. ഖുർആനിനെ സ്നേഹിക്കുക എന്നത്, ഖുർആനിന്റെ അഹിലുകാരായി മാറുക എന്നത്, ഖുർആനിന്റെ ആശയത്തെ ആളുകൾക്ക് പകരുവാൻ വേണ്ടി നിലകൊള്ളുക എന്നത് അത്രമേൽ പുണ്യമുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ഖുർആൻ നമുക്കിടയിലൊക്കെ പാരായണത്തിൽ മാത്രം ഒഴുകുന്ന ഒരു രീതിയുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഖുർആൻ പാരായണം റമദാൻ മാസത്തിൽ ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്യുന്നതോടുകൂടി ഞാനും ഖുർആനും തമ്മിലുള്ള ബാധ്യതകൾ അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അവിടെയാണ് ഖുർആൻ ഒരു ആക്ഷേപ ശൈലിയിൽ, വളരെ വ്യത്യസ്തമായ ശൈലിയിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വചനമുണ്ട്. സൂറത്ത് ഹശ്റിന്റെ 21-ാമത്തെ വചനം. എനിക്ക് ആ വചനം കേൾക്കുമ്പോ അത് നമ്മളെ പരിഹസിക്കുന്ന രീതിയിലാണ്. ഖുർആനിന്റെ ആശയത്തെ അടുത്തറിയാത്തവരെ ഖുർആൻ പരിഹസിക്കുകയാണോ എന്ന് വരെ തോന്നിപ്പോയ ഒരായത്താണ്. അത് ഏതാണെന്നറിയോ? നമുക്ക് അറിയുന്ന ആയത്താണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ എന്ന വചനം. എന്താ പറഞ്ഞത്? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ, നാം ഈ ഖുർആനിനെ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയിരുന്നത് എങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, അടിപ്പടവുകൾ കരിമ്പാറകളായ
അത്രമേൽ ശക്തമായ ഭദ്രമായ മാമലകൾ, ആ മാമലകൾക്ക് മുകളിലാണ് ഈ ഖുർആനിനെ അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ ആ ഖുർആനിന്റെ ആശയങ്ങളെ കുറിച്ച് ആലോചിച്ച് വിനീതമായി ആ പർവ്വതം പൊട്ടിത്തകരുന്നത് നിനക്ക് കാണാമായിരുന്നു മനുഷ്യ എന്ന് അള്ളാഹു പറയാണ്. പർവ്വതങ്ങൾക്ക് മുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ അവതരിപ്പിച്ചിട്ടില്ല. പർവ്വതങ്ങൾക്ക് മുകളിൽ അള്ളാഹു ഖുർആനിനെ അവതരിപ്പിച്ചിട്ടില്ല. ഖുർആനിനെ അവതരിപ്പിച്ചത് മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്കാണ്. മനുഷ്യനാണ് അള്ളാഹു ഖുർആനിനെ സമ്മാനിച്ചത്. ഇത് പറഞ്ഞിട്ട് പർവ്വതങ്ങൾക്ക് മേലെയാണ് ഖുർആൻ അവതരിച്ചിരുന്നതെങ്കിൽ അതിന്റെ ആശയഭാരത്തെ തന്റെ മനസ്സുകൊണ്ട് താങ്ങാൻ കഴിയാത്ത രീതിയിൽ അതിന്റെ ആശയത്തെ കുറിച്ച് വിങ്ങി പൊട്ടി ആ പർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് അല്ലാഹു പറയാണ്, ഇത് പർവ്വതങ്ങളോടുള്ള സംസാരമല്ല മനുഷ്യ. ഈ ഉദാഹരണത്തെ, ഈ ഉപമയെ ഞാൻ മുന്നോട്ട് വെച്ചത് മനുഷ്യർക്കാണ് നാം ഈ ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്നത്. അവര് ആലോചിക്കുന്നവരായി മാറിയേക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. മനുഷ്യ, നിങ്ങൾ അവരെന്താ ഖുർആനിനെ കുറിച്ച് പഠിക്കാത്തത്? ഖുർആനിന്റെ വെളിച്ചം ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുവാൻ കഴിയാത്ത രീതിയിൽ അവരുടെ ഹൃദയങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. ഖുഫ്ൽ എന്ന് പറഞ്ഞാൽ പൂട്ടി എന്നാണ് അർത്ഥം. അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവരുടെ ഹൃദയങ്ങൾ ഖുർആനിന്റെ പ്രവചനങ്ങളെ സ്വീകരിക്കുവാൻ കഴിയാത്ത രീതിയിൽ അവരുടെ ഹൃദയങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. ഖുർആനിനെ തദബ്ബുർ ചെയ്യുക എന്നത് ഖുർആനിന്റെ വചനങ്ങളിലൂടെ കടന്നുപോയി അതിന്റെ ആശയങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ തന്റെ ജീവിതത്തിൽ വെളിച്ചമായി സ്വീകരിച്ച് അത് സമൂഹത്തിന് പകർന്നു കൊടുക്കുക എന്ന മഹത്തായ ഉത്തരവാദിത്വം അല്ലാഹു നമ്മളെയാണ് ഏൽപ്പിച്ചത്, പർവ്വതങ്ങളെയല്ല എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തോടുകൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്വഹാബത്ത് ഖുർആനിനെ അപ്രകാരം നെഞ്ചേറ്റിയ ആളുകളായിരുന്നു. അവിടെയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അവിടെ ഇമാമുമാരായിട്ട് നിൽക്കുന്നത് ഖലീഫമാർ തന്നെയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം, ഉമർ റളിയല്ലാഹു അൻഹു ഇമാം നിന്ന് ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അത് കേൾക്കുന്ന സ്വഹാബി പറയാണ്, ഞാൻ സഫിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. സമിഅതു നശീജ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തേങ്ങൽ ആള് കരച്ചിൽ പിടിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ അത് പിടിവിട്ട് കൊണ്ടുവരുന്ന ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ തേങ്ങൽ ഞാൻ സഫിന്റെ അവസാന ഭാഗത്ത് നിന്ന് കേൾക്കാറുണ്ടായിരുന്നു. സുബ്ഹിക്ക് അദ്ദേഹം സൂറത്ത് യൂസുഫ് പാരായണം ചെയ്തുകൊണ്ടിരിക്കെ വിങ്ങിക്കരയുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പാരായണം ചെയ്തിരുന്ന ആയത്ത് ഇന്നമാ അഷ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. എന്റെ വേദനകളും എന്റെ വേവലാതികളുമെല്ലാം ഞാൻ പറയുന്നത് എന്റെ റബ്ബിനോടാണ് എന്ന യൂസുഫ് അലൈഹിസ്സലാം തന്റെ മകനെ നഷ്ടപ്പെട്ട നൊമ്പരത്തിൽ പറയുന്ന വചനങ്ങൾ ഓതിക്കൊണ്ട് വിങ്ങിക്കരയുന്ന ഉമർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശയ്യയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുന്ന സമയം, ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പള്ളിയിൽ വന്ന് ഇമാമിൽ നിന്ന് നമസ്കരിക്കുവാൻ കഴിയാത്ത അത്രയും രോഗാതുരമായ അവസ്ഥയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലകൊള്ളുന്ന സമയം, ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുന്നുണ്ട്, മുറു അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്. അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമ് നിന്ന് നമസ്കരിക്കുവാൻ കൽപ്പിക്കുക. ഇത് സ്വന്തം മകളായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കുന്നുണ്ട്. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ഒരു വാചകമുണ്ട്, യാ ഇന്ന അബൂബക്കർ റജുലുൻ റഖീഖ് ഇദാ ഖറഅ ഖലബൻ ബുക. റസൂലേ, എൻ്റെ ഉപ്പ അബൂബക്കർ ഒരു വളരെ സോഫ്റ്റ് ആയുള്ള വളരെ മൃദുലമായ മനസ്സുള്ള ഒരു മനുഷ്യനാണ് റസൂലേ. അദ്ദേഹം നിന്ന് ജമാഅത്തിന് ഇമാമ് നിന്ന് ഖുർആൻ പാരായണം ചെയ്തു തുടങ്ങിയാൽ അദ്ദേഹത്തിന്റെ കരച്ചിൽ അദ്ദേഹത്തിന്റെ പാരായണത്തിന്റെ മുകളിൽ നിൽക്കും റസൂലേ. അതുകൊണ്ട് അദ്ദേഹത്തെ ഇമാമ് നിർത്തരുതേ റസൂലേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹ അതുതന്നെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇമാമായി നിന്ന് അവിടെ നമസ്കരിക്കുവാനുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും കൽപ്പിച്ചു, മുറൂഹു ഫയുസല്ലി. അദ്ദേഹത്തോട് പറ, അദ്ദേഹം ഇമാമിൽ നിന്ന് നമസ്കരിക്കട്ടെ. അതാണ് ഒരു മനുഷ്യന്റെ ക്വാളിറ്റി. ഖുർആനിന്റെ ആശയങ്ങൾ
കേൾക്കുമ്പോൾ അതിനെ സ്വീകരിക്കുവാൻ കഴിയുന്നവർ, അതിനെ മനസ്സിലേക്ക് ഏറ്റെടുക്കുവാൻ കഴിയുന്നവർ, അതിന്റെ ആശയം ഗ്രഹിക്കുന്ന ആളുകളായി തന്നെ നമ്മൾ മാറേണ്ടതുണ്ട്. വിശ്വാസികൾക്ക് മാത്രമല്ല, അവിശ്വാസികൾക്ക് പോലും ഖുർആനിന്റെ ആശയം മനസ്സിലായാൽ അതവരുടെ ഹൃദയങ്ങളിൽ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ചരിത്രം പറഞ്ഞു തരുന്നത്. ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു, അദ്ദേഹം അവിശ്വാസിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ബദറിലെ ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി മദീനയിലേക്ക് കടന്നു വരുന്ന ജുബൈർ ഇബ്നു മുത്ഇം, അദ്ദേഹം മദീനയിൽ എത്തുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഗ്രിബ് നമസ്കാരം നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖുൻ, അവർ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണോ, അതല്ല അവർ തന്നെയാണോ അവരെ പടച്ചത്? അം ഖലഖുസ് സമാവാതി വൽ അർദ്, അവരാണോ ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? ബല്ലാ യുഖിനൂൻ, അവർ ദൃഢമായി വിശ്വസിക്കുന്നില്ല. അം ഇൻദഹും ഖസാഇനു റബ്ബിക്, അവരുടെ കരങ്ങളിലാണോ അല്ലാഹുവിന്റെ ഖജനാവുകൾ ഉള്ളത്? അം ഹുമുൽ മുസൈത്തിറൂൻ, അതല്ല അവർ അധികാരം ചെലുത്തുന്നവരാണോ? എന്നൊക്കെ തുടങ്ങിയ ഈ വചനങ്ങൾ ഇങ്ങനെ ഹൃദയം പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന മനോഹരമായ മനുഷ്യന്റെ ചിന്തകളെ ആശയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന, അവന്റെ സൃഷ്ടിപ്പിനെ പറ്റി ആലോചിക്കുന്ന, അവനൊരു രക്ഷിതാവുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന മനോഹരമായ വചനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മുശ്രിക്കായ മനുഷ്യൻ ഇത് കേൾക്കുന്ന സമയം അദ്ദേഹം പറയാണ്, കാദ ഖൽബി അൻ യതീർ, ഇത് കേട്ടപ്പോ എന്റെ ഹൃദയം നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് പറന്നുപോയേക്കുമോ എന്ന് ഞാൻ പേടിക്കുമാറ് അതെന്നെ സ്വാധീനിച്ചുവെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. സമൂഹമേ, ഇതൊരു ഉത്തരവാദിത്തമാണ്. ഈ ഖുർആനിന്റെ ആശയങ്ങൾ ഇതിന്റെ വെളിച്ചമെത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്തം, അതിന്റെ ആശയത്തെ സ്വീകരിച്ചുകൊണ്ട് രോമാഞ്ചമണിയുക എന്ന ഉത്തരവാദിത്തം, അതിന്റെ ആശയങ്ങളിലൂടെ കടന്നുപോയി സമയം ചിലവഴിക്കുക എന്ന ഉത്തരവാദിത്തം. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല സംസാരം നമുക്ക് ഇറക്കി തന്നിരിക്കുന്നു. കിതാബൻ മുതശാബിഹൻ മതാനിയ, പരസ്പര സാദൃശ്യമുള്ള വചനങ്ങളുള്ള, പരസ്പരം ആവർത്തിക്കപ്പെടുന്ന വചനങ്ങളുള്ള ഒരു ഗ്രന്ഥം. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, ആ വചനാമൃതങ്ങൾ കേൾക്കുന്ന സമയത്ത് അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകളുടെ രോമങ്ങൾ അവിടെ രോമാഞ്ചമണിയുന്ന അവസ്ഥയുണ്ടാകും. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ, അവിടെ രോമാഞ്ചമണിഞ്ഞുകൊണ്ട് അവർ അവസാനിക്കുകയില്ല. പിന്നെ അവരുടെ തൊലികളും അവരുടെ ഹൃദയങ്ങളുമെല്ലാം അല്ലാഹുവിന്റെ മുന്നിൽ വിനീതമാവുകയും ചെയ്യും. ഇലാ ദിക്രില്ലാ, അല്ലാഹുവെ പറ്റിയുള്ള സ്മരണകളിലേക്ക് അവരുടെ തൊലിയും അവരുടെ ഹൃദയവുമെല്ലാം വിനീതമാകും. ദാലിക ഹുദല്ലാഹ്, ഖുർആൻ കേൾക്കുമ്പോൾ അത് നമ്മളുടെ മനസ്സുകളെ സ്പർശിക്കുക എന്നത്, അത് നമുക്ക് രോമാഞ്ചമുണ്ടാക്കുക എന്നത്, ദാലിക ഹുദല്ലാഹ്, അത് അല്ലാഹുവിങ്കൽ നിന്നുള്ള സന്മാർഗമാണ്. യഹ്ദീ ബിഹി മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഈ നേർമാർഗത്തിലേക്ക് അല്ലാഹു വഴി കാണിക്കുന്നു. വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്, അല്ലാഹു വഴികേടിലാക്കിയവനെ, അല്ലാഹു ഇരുട്ടു നിറഞ്ഞ മനസ്സു നൽകിയവൻ, ഈ ദിവ്യപ്രകാശത്തെ ഏറ്റെടുക്കുവാൻ കഴിയാത്ത രീതിയിൽ ഹൃദയങ്ങൾ അടഞ്ഞുപോയവർ, അവർക്ക് വഴികാട്ടിയാകുവാൻ, അവർക്ക് ഖുർആനിന്റെ വെളിച്ചം പകരുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഖ്യാപനങ്ങൾ നമ്മളെ ഗൗരവത്തിൽ ജാഗ്രതയുള്ളവരാക്കേണ്ടവരുണ്ട്. ഖുർആനിന്റെ വിഷയത്തിൽ ഗൗരവം കാണിക്കുന്നവരാക്കേണ്ടതുണ്ട്. ഖുർആനിന് വേണ്ടി നിലകൊള്ളുവാൻ നമ്മളുടെ മനസ്സുകളെ പ്രാപ്തരാക്കേണ്ടതുണ്ട്. അതിന്റെ പാരായണത്തിൽ, അതിന്റെ ആലോചനയിൽ, അതിന്റെ ഹിഫ്ദിൽ, അത് ജനങ്ങൾക്ക് പകർന്നു നൽകുന്നതിൽ എല്ലാം നമ്മൾ ഉണ്ടാകേണ്ടതുണ്ട്. അത് നമുക്ക് ഖുർആനിനോടുള്ള ബാധ്യതയാണ് എന്ന് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ വസല്ലി വസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വതമ്മ തസ്ലീം അലാ നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കുമെന്ന് നമുക്ക് നമ്മുടെ മുന്നിൽ പ്രഖ്യാപിച്ചതാണ്. സൂറത്തു ഹിജ്റിൽ നമുക്കെല്ലാം അറിയുന്ന ഒരു വചനമുണ്ടല്ലോ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. തീർച്ചയായും നാം ആണ് ഈ അദ്ദിക്റിനെ, ഈ ഖുർആനിനെ നാമാണ് ഇറക്കിയത്. വ ഇന്നാ ലഹു ലഹാഫിദൂൻ, തീർച്ചയായും നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ പ്രഖ്യാപിക്കുന്നത്.
ലോകത്തുള്ള ഖുർആനിന്റെ എല്ലാ കോപ്പികളും അത് അഗ്നിക്കിരയാക്കപ്പെട്ടാലും അത് നശിപ്പിക്കപ്പെട്ടാലും ഖുർആൻ നഷ്ടപ്പെട്ടു പോവുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്ന് സൂറത്തുൽ അൻകബൂത്തിന്റെ 49-ാമത്തെ വചനത്തിലൂടെ പറയുന്നത്, ബൽ ഹുവ ആയാതുൻ ബയ്യിനാതുൻ ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽമ. ബൽ ഹുവ ആയാതുൻ ബയ്യിനാത്, അത് വ്യക്തമായ അല്ലാഹുവിങ്കൽ നിന്നുള്ള ആയത്തുകളാണ്. അത് എവിടെയാണ് ഉണ്ടാവുക, എവിടെയാണ് സംരക്ഷിക്കപ്പെടുക? ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽമ, ജ്ഞാനം നൽകപ്പെട്ട, അറിവ് നൽകപ്പെട്ട ആളുകളുടെ മനസ്സുകളിലാണ് ഖുർആൻ അതിനെ സംരക്ഷിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ ഹാഫിളുമാരായ ആളുകൾ എന്നത് അത് വലിയൊരു സ്ഥാനമാണ്. ഹൃദയത്തിൽ ഖുർആനിനെ മുഴുവനായും ഏറ്റെടുക്കുന്ന ആളുകൾ എന്നത് വല്ലാത്ത ഒരു നിഅ്മത്ത് തന്നെയാണ്. കാരണം നമുക്കറിയാം, പലപ്പോഴും ഈ ഖുർആൻ മത്സരങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന മനോഹരമായ കാഴ്ചകളുണ്ട്. ഖുർആനിലെ ഏതെങ്കിലും ഒരു വചനം ഓതിയിട്ട് അത് എത്രാമത്തെ പേജിൽ എത്രാമത്തെ വരിയിലാണ്, അത് ഖുർആനിന്റെ ഏത് ഭാഗത്താണ്, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ കൃത്യമായും പറയാൻ കഴിയുന്ന 1000 മനുഷ്യർ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതൊരു തൗഫീഖാണ്. അത് അല്ലാഹുവിന്റെ ഒരു സംരക്ഷണമാണ്. ഖുർആനിന്റെ പ്രതികളിലല്ല, ഖുർആൻ ജനങ്ങളുടെ ജ്ഞാനികളായ ആലിമീങ്ങളായ ആളുകളുടെ മനസ്സുകളിലാണ് അത് സംരക്ഷിക്കുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ പ്രയോഗിക്കുന്ന പ്രയോഗം ഊത്തുൽ ഇൽമ എന്നാണ്, അറിവ് നൽകപ്പെട്ട ആളുകൾ എന്നാണ്. പലപ്പോഴും ഹാഫിളുമാരായ ആളുകൾ പോലും ആയിത്തീരുന്ന ഒരു ദുരവസ്ഥയുണ്ട്. ഖുർആൻ എങ്ങനെയോ ഒക്കെ മനഃപ്പാഠമാക്കി മാറ്റും. അതിന്റെ അർത്ഥം എന്താണെന്നോ അതിന്റെ ആശയം എന്താണെന്നോ അത് തന്റെ ജീവിതത്തിൽ തെളിഞ്ഞു കാണാത്ത രീതിയിൽ ഖുർആനിനെ അവർ ഹൃദയസ്ഥമാക്കുകയും പിന്നീട് അശ്രദ്ധമായി അതിനെ കളയുകയും ചെയ്യുന്ന, പരിപാലിക്കാതെ അതിനെ വിട്ടൊഴിവാക്കുകയും ചെയ്യുന്ന ആളുകൾ. എത്ര വലിയ നിഅ്മത്താണ് ഖുർആനിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ കഴിയുക എന്നുള്ളത്. അത് വലിയ ഒരു ഉത്തരവാദിത്തമായി കൊണ്ട് തന്നെയാണ് നമ്മളോട് ഖുർആൻ പറഞ്ഞു തരുന്നത്. അത് വലിയൊരു തൗഫീഖാണ്. അത് ഇൽമുണ്ടാവണം. ഖുർആനിന്റെ ആ നസ്സ് പഠിക്കുന്നതോടൊപ്പം അതിന്റെ ആശയവും അതിനെപ്പറ്റിയുള്ള ജ്ഞാനവും എല്ലാം ഉണ്ടാകണം. അത് എളുപ്പമാണ്. ഒരു നിലയ്ക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ അത് ഭയങ്കര പ്രയാസമായിട്ടൊക്കെ തോന്നും. ഖുർആനിന്റെ അറബി ഭാഷയുടെ വ്യാകരണം എന്നത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഖുർആൻ നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. എത്ര പ്രയാസമാണ് അതിന്റെ വ്യാകരണത്തിൽ, മറ്റു കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പ്രയാസവും പരിഭവങ്ങളും ഉണ്ടോ? എന്നാൽ അല്ലാഹു നൽകുന്ന ഒരു സന്തോഷ വാർത്ത, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. ഖുർആനിനെ ആലോചിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി അല്ലാഹു എളുപ്പമാക്കി തന്നിരിക്കുന്നു. എന്തൊക്കെ പ്രയാസമുണ്ട് എങ്കിലും അതിനെപ്പറ്റി അങ്ങേയറ്റം ആഗ്രഹിച്ചുകൊണ്ട് ഖുർആൻ പഠിക്കുവാൻ, അതിനെ ഹിഫ്ളാക്കുവാൻ, അതിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരാൾ തയ്യാറെടുക്കുകയാണെങ്കിൽ അതിനെ ഉറ്റാലോചിക്കുന്ന ആളുകളായി ആരെങ്കിലും ഉണ്ടോ? ഖുർആനിനെ പഠിച്ചു മനസ്സിലാക്കുവാൻ, ആലോചിക്കുവാൻ, അതിനെ ഹിഫ്ളാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കിയിരിക്കുന്നു. സൂറത്തുൽ ഖമർ എടുത്ത് വായിച്ചു നോക്കുക. 4 തവണയാണ് ആവർത്തിച്ച് ആ ചെറിയ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനം ഇങ്ങനെ പറയുന്നത്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആനിനെ വായിച്ചു മനസ്സിലാക്കുവാൻ വേണ്ടി, ആലോചിക്കുവാൻ വേണ്ടി, പഠിക്കുവാൻ വേണ്ടി പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ളത്. അതിനെ പഠിക്കുവാൻ, അതിനെ ഹിഫ്ളാക്കുവാൻ, അതിനെ പാരായണം ചെയ്യുവാൻ, അതിന്റെ തഫ്സീർ പഠിക്കുവാൻ ഒക്കെ എളുപ്പമാക്കി തന്നിരിക്കുന്നു എന്ന്, അതിന്റെ ഖുർആനിന്റെ കൽപ്പനകളെ മനസ്സിലാക്കുവാൻ, ഖുർആനിന്റെ വിരോധങ്ങളെ മനസ്സിലാക്കുവാൻ, അതിലെ വൃത്താന്തങ്ങളെ മനസ്സിലാക്കുവാൻ എല്ലാം അത് അല്ലാഹു എളുപ്പമാക്കി തന്നിരിക്കുന്നു. അതിനെ ഏറ്റെടുക്കുവാനുള്ള പണ്ഡിതന്മാരുണ്ടോ എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നത്. ഖുർആൻ നമ്മളുടെ മുന്നിൽ നമ്മളോട് പറയുന്ന മനോഹരമായ ഒരു സന്ദേശം. ഈ ഖുർആൻ കൊണ്ട്, ഈ ഖുർആനിനെ ഏറ്റെടുക്കേണ്ടതിന്റെ, അതിനെ കൊണ്ട് സന്തോഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തത്തെ പറ്റി സൂറത്ത് യൂനിസിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും, അല്ലാഹുവിങ്കൽ നിന്നുള്ള ഒരു സതുപദേശം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളുടെ രോഗങ്ങൾക്കുള്ള അസൂയ, അഹങ്കാരം തുടങ്ങിയ എല്ലാ രോഗങ്ങൾക്കുമുള്ള പരിഹാരവും അല്ലാഹുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. വഹുദൻ വറഹ്മതൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സന്മാർഗവും അല്ലാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യവും വന്നെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, ഖുൽ, നബിയെ പറയുക, ബിഫദ്ലില്ലാഹി, അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ട്. ഇവിടെ ഫദ്ൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ്. അല്ലാഹുവിന്റെ ഖുർആൻ
കൊണ്ട്, വബിറഹ്മതിഹി അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട്. ഇവിടെ കാരുണ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈമാനും ഹിദായത്തുമെല്ലാമാണ്. അല്ലാഹുവിങ്കൽ നിന്നുള്ള ഖുർആൻ ലഭിച്ചു എന്നതുകൊണ്ട്, ഈമാൻ ലഭിച്ചു എന്നതുകൊണ്ട്, ഹിദായത്ത് ലഭിച്ചു എന്നതുകൊണ്ട് ഫബിദാലിക ഫൽയഫ്റഹു, അത് കാരണം നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അത് നിങ്ങൾ ശേഖരിക്കുന്ന, നിങ്ങൾ സമ്പാദിക്കുന്ന നിങ്ങളുടെ സമ്പത്തിനേക്കാൾ, മറ്റു നിങ്ങളുടെ സൗകര്യങ്ങളെക്കാൾ എല്ലാം ഉത്തമമായതാണ് ഖുർആൻ കൊണ്ട് സന്തോഷിക്കുക, ഖുർആൻ കൊണ്ട് സന്തോഷിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്ത കാര്യമാണ്. നമ്മൾക്ക് ചെയ്യുവാനുള്ള ഏറ്റവും മനോഹരമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നതും ഖുർആനിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പണ്ഡിതന്മാരെ, അവരുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുക്കുന്ന രീതിയിലുള്ള പണ്ഡിതന്മാരെ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുക എന്നത് നമ്മളുടെ എല്ലാം ഉത്തരവാദിത്വം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വളരെ ഗൗരവത്തോടു കൂടി മുന്നോട്ട് വെക്കുന്നത് AP അസ്ലം ഹോളി ഖുർആൻ അവാർഡ്. നമ്മളൊക്കെ കേട്ടതാണ്, നമ്മളൊക്കെ അതിനെക്കുറിച്ച് കൃത്യമായും മനസ്സിലാക്കിയതാണ്. ലോകത്ത് പല ഖുർആൻ മത്സരങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഖുർആനിന്റെ ആശയത്തെ കൂടി പരിഗണിച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു വിപുലമായ മത്സരം, ലോകത്ത് തന്നെ മാതൃകയില്ലാത്ത രീതിയിലുള്ള ഒരു മത്സരമാണ്. അതിന്റെ ആതിഥേയരാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്യാഷ് അവാർഡ് നൽകുന്ന, സമ്മാനത്തുക നൽകുന്ന ഒരു മഹത്തായ ഒരു ഖുർആൻ മത്സരമാണ് നമ്മളുടെ മുന്നിൽ നടക്കാൻ പോകുന്നത്. അതിന്റെ ആതിഥേയരാണ് നാം എന്നത് നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു സീരിയസ്നെസ് നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. ലോകത്തിനു തന്നെ മാതൃകയായ, രാജ്യത്തിനു തന്നെ മാതൃകയായ ഒരു മനോഹരമായ സംരംഭത്തിന്റെ ആതിഥേയരാകുന്ന ആളുകളാണ്. നമ്മളുടെ പള്ളിമുറ്റത്ത് വെച്ച് നടക്കുന്ന ഒരു പരിപാടിയാണ് എന്നത് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ആളുകളെ സ്വീകരിക്കുന്ന ആതിഥേയരായി, അതിഥികളായല്ല, ആതിഥേയരായി ആ പ്രോഗ്രാമിനോടൊപ്പം നമ്മൾ ഉണ്ടാകുമെന്ന ഉറച്ച തീരുമാനം നമ്മൾ ഇവിടെ നിന്ന് എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകമായും പറയേണ്ടുന്ന ഒരു പേരുണ്ട്. മർഹൂം AP അസ്ലം റഹിമഹുല്ല. അദ്ദേഹം തന്റെ 38-ാം വയസ്സിൽ നമുക്ക് മാതൃകയുണ്ട്. 38-ാം വയസ്സിൽ ഈ ദുനിയാവിൽ നിന്ന് മരണമടഞ്ഞു പോയ ഒരു മനുഷ്യനാണ്. പക്ഷേ ആ ചെറുപ്രായത്തിൻ്റെ സമാനതകളില്ലാത്ത മാതൃകകൾ ഈ നാടിന് സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം മരിച്ചു പോകുന്നത്. തനിക്ക് പണം ലഭിച്ചപ്പോ, തനിക്ക് സൗകര്യം ലഭിച്ചപ്പോ ദീനിനെ മറക്കാതെ അല്ലാഹുവിന് വേണ്ടി നിലകൊണ്ട ഒരു മനുഷ്യനാണ്. 2000-ൽ ദാറുൽ അൻസാർ എന്ന സ്ഥാപനം അതിനെ സ്ഥാപിക്കുന്ന സമയത്ത് അതിന്റെ മുന്നിൽ നടന്ന ഒരു മനുഷ്യനാണ്. 2004-ൽ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നുണ്ട്. 2010-ലാണ് ഈ മണ്ണിലേക്ക് ഞാൻ പഠനത്തിന് വേണ്ടി കടന്നു വരുന്നത്. 2010-ൽ ഇവിടെ കടന്നു വരുന്ന സമയത്ത് ഇവിടെ ദാറുൽ അൻസാർ ഉണ്ട്. ഒരു വികൃതി പയ്യനായി ഈ നാട്ടിലേക്ക് കടന്നു വന്ന എന്നെ ഈ മിമ്പറിൽ ഇവിടെ നിന്ന് ഖുതുബ പറയുവാൻ പര്യാപ്തമാകുന്ന രീതിയിൽ രൂപീകരിച്ചതിന് ആ സ്ഥാപനത്തിന് പങ്കുണ്ട്, ഈ അൻസാറിന് പങ്കുണ്ട്. അതിന്റെ എല്ലാം പിന്നിലുള്ള, ആ ദാറുൽ അൻസാറിന്റെ പിന്നിലുള്ള ആശയങ്ങളിൽ, അതിന്റെ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നടന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ സേവനങ്ങൾ വിലമതിക്കുവാൻ കഴിയാത്തതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെയൊരു സംരംഭം നമ്മളുടെ മുന്നിൽ നടക്കുമ്പോൾ, ഈ നാടിന്റെ നന്മകളിൽ മുന്നിൽ നടന്ന ഒരു മനുഷ്യന്റെ പേരിൽ നടക്കുന്ന ഒരു മനോഹരമായ ഖുർആനിന് വേണ്ടി എല്ലാവരും നിലകൊള്ളുന്ന, എല്ലാ രീതിയിലുള്ള ആശയ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നിലകൊള്ളുന്ന മനോഹരമായ ഒരു സംരംഭം ഈ 23, 24 തീയതികളിൽ നമ്മളുടെ പള്ളിമുറ്റത്ത്, നമ്മളുടെ അരികിൽ വെച്ച് നടക്കുമ്പോൾ അതിന്റെ ആതിഥേയരായി, അതിന്റെ പ്രവർത്തകരായി, അതിന്റെ സഹായികളായി കൂടെ നിൽക്കുവാൻ നമ്മളെല്ലാവരും ഉണ്ടാകുമെന്ന ഉറച്ച തീരുമാനം നമ്മൾ എടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള മഹത്തായ സംരംഭങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമാറാകട്ടെ. തങ്ങൾക്ക് ലഭിക്കുന്ന സമ്പത്തിൽ മതിമറക്കാതെ, അഹങ്കരിക്കാതെ, അതിനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുവാൻ തയ്യാറാകുന്ന ഉമറാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്തും ആരോഗ്യവും അതുപോലെ തന്നെ ഐശ്വര്യവും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങളെല്ലാം ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളെല്ലാം ദൂരീകരിച്ച് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ
ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجعل القرآن ربيع قلوبنا. اللهم اجعل القرآن ربيع قلوبنا. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا واجعله شفيعا وحجة لنا يوم القيامة. اللهم احفظ بلادنا. اللهم احفظ بلادنا. اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.